സൈനികനായിരുന്ന മകന്റെ മരണത്തിന് കാരണം പോലീസിന്റെ ക്രൂരമർദ്ദനമാണെന്ന പരാതിയുമായി അമ്മ. കൊല്ലം കുണ്ടറ സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് തോംസൺ തങ്കച്ചന്റെ അമ്മയുടെ നിയമ പോരാട്ടം. സ്റ്റേഷനിലെത്തിച്ച 32-കാരനായ മകനെ സിഐയും മറ്റ് 3 ഉദ്യോഗസ്ഥരും ചേർന്ന് ഷോക്കടിപ്പിച്ചുവെന്നും മെഴുകുതിരി ഉരുക്കി ഒഴിച്ചുവെന്നും മകൻ പറഞ്ഞുവെന്ന് അമ്മ ഡെയ്സി മീഡിയയോട് പറഞ്ഞു. നിലവിലെ അന്വേഷണത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നും അമ്മ പറയുന്നു. പോലീസ് സ്റ്റേഷനിലെയും ജില്ലാ ജയിലിലെയും CCTV ദൃശ്യങ്ങൾ ലഭിക്കാൻ വിവരാവകാശ അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഡിസംബർ 27 മരണം സംഭവിച്ച തോംസൺ തങ്കച്ചന്റെ മരണത്തിൽ കുടുംബം വലിയ രീതിയിലുള്ള പരാതിയാണ് പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് കുടുംബത്തെ പോലും അറിയിച്ചില്ല. പോലീസിന്റെ മർദ്ദനവും ജയിലിലേറ്റ മർദ്ദനവുമാണ് മകന്റെ മരണത്തിലേക്ക് വഴിവെച്ചതെന്നുള്ളതാണ് അമ്മ ഉന്നയിക്കുന്ന പ്രധാന പരാതി. അമ്മ ഡെയ്സി തന്നെ മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. 11:20 എൻ്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങളെ ആരെയും അറിയിച്ചില്ല. അന്വേഷിച്ചറിഞ്ഞെടുത്തോളം ശ്യാമകുമാരി SI ശ്യാമകുമാരി അംബരീഷും കൂടെ കൊണ്ടുപോയെന്ന അറിവ് കിട്ടിയിരിക്കുന്നത്. കൊണ്ടുപോയിട്ട് അവിടുന്ന് കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയതായിട്ട് മോൻ പറഞ്ഞു. അപ്പോൾ അവിടെ മെഡിക്കൽ എടുത്തതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. തലയിൽ മുറിവ്, കൈ മുറിവ്, മോന്തയിൽ ഇടിച്ച പാടും നീരും ഒക്കെ ഉണ്ട്. അവിടുന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മോനെ ഇടിമുറി ബെൽ ഓഫ് ആംസ് എന്ന മുറിയെ കയറ്റിയിട്ട് കൈ മേലോട്ട് കെട്ടിയിട്ടിട്ട് തുരുതുരാ ലാത്തി വെച്ച് അംബരീഷ് ലാത്തി വെച്ച് കാലിൻ്റെ വെള്ളയ്ക്ക് അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടിയം പ്രദീപ് തോക്കിൻ്റെ ചുവട് വെച്ച് ഈ അരയുടെ മോൾ ഭാഗം പുറകുവശത്തായിട്ട് 2 ഭാഗത്തും ഇടിച്ച പാട് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട്. എന്നിട്ട് തോക്കിൻ്റെ തുമ്പ് വെച്ച് കാലിൻ്റെ ഞരമ്പിനും എല്ലിനും തുരുതുരാ കുത്തി. ഈ കാലിൻ്റെ ഭാഗത്തെ അടി കിട്ടിയതോടുകൂടി തലയ്ക്ക് കേടുപറ്റി. CI അനിൽകുമാർ ലാത്തി വെച്ച് തലയ്ക്ക് കുത്തി. അത് കഴിഞ്ഞിട്ട് CI അനിൽകുമാർ കരണ്ടി കുത്തിയിട്ട് ഇലക്ട്രിക് വയറ് കരണ്ടി കുത്തിയിട്ട് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ച അടയാളം ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് മെഴുകുതിരി കത്തിച്ച് ഈ ഇടിയം പ്രദീപ് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ച്. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് കാല് തറയത്തോടും? എങ്ങനെ തറയത്തോടും? വനിത SI നാവിപ്പാട്ടിനെ ചവിട്ടി. നിന്റെ അപ്പൻ എങ്ങനെയാടാ മരിച്ചേ, അതുപോലെ നിന്നെയും കൊല്ലുമടാന്ന് പറഞ്ഞുകൊണ്ടാണ് SI ശ്യാമകുമാരി അടിച്ചത്, നാവിപ്പാട്ടിനെ ചവിട്ടിയത്. ഈ ഇടിയം പ്രദീപ് നാവിപ്പാട്ടിനെ ചവിട്ടി. ഒരു മനുഷ്യൻ. ലിജോ റോളൻസ് വിവരമായിരുന്നു. ലിജോ, ഇത് ഏത് കൊല്ലം നടന്ന സംഭവമാണ്? അജിംസെ, ഈ സംഭവം നടക്കുന്നത് 2024 ഒക്ടോബർ 11 ഇപ്പോൾ ഈ അമ്മ പരാതിയിൽ പറയുന്ന തോംസൺ തങ്കച്ചനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് ഭാര്യ നൽകിയ സ്ത്രീധന പീഡന പരാതിയിലാണ് ആദ്യം ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളൊരു പരാതിയാണ് വരുന്നത്. നേരത്തെ തന്നെ മീഡിയ 1 ഇത് അമ്മയുടെ പരാതി വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും പരാതികൾ വരുന്ന പശ്ചാത്തലത്തിൽ അമ്മ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ശക്തമായ ഒരു പോരാട്ടമാണ്, ഒരു നിയമ പോരാട്ടമാണ് ഒറ്റയ്ക്ക് അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2024 ഒക്ടോബർ 11 കസ്റ്റഡിയിലെടുത്ത ഇയാളെ പിന്നീട് അമ്മ കാണുന്നത് നവംബർ മാസം 8 ഏകദേശം 1 മാസത്തോളം അടുപ്പിച്ചൊരു സമയം കഴിഞ്ഞതിന് ശേഷം അവശ നിലയിൽ ഒരു ഓട്ടോറിക്ഷയിൽ വീടിൻ്റെ മുന്നിൽ കൊണ്ട് ഇറക്കിയിട്ടതിന് ശേഷം പോവുകയായിരുന്നു. ജയിലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ അവശ നിലയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിന് 1 മാസത്തിന് ശേഷം ഡിസംബർ 27 ചികിത്സയിലിരിക്കെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയായിരുന്നു. വളരെ ഗുരുതരമായ കാര്യം. ശാരീരികമായി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം എത്രത്തോളമൊക്കെയാണ് ആ ശരീരത്തിൽ പരിക്കേറ്റിട്ടുള്ളതെന്ന്. അത്തരത്തിൽ പരിക്കേറ്റ ഒരാൾ ആ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആ പരാതിയൊക്കെ നൽകിയതിന് യാതൊരു നടപടി ഉണ്ടാകാതെ വന്നതോടെ ഹൈക്കോടതി സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ മൊഴി മാസം ഇതിന്റെ ഭാഗമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് DGPയുടെ റിപ്പോർട്ട്, അതിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് അമ്മ പറയുന്നത്. ഈ മകനെ ആക്രമിച്ച കാര്യം മകൻ അമ്മയോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്. അതായത് 4 ഉദ്യോഗസ്ഥർ, CIയും 2 SIമാരും ഒരു വനിതാ പോലീസും ചേർന്നാണ് മർദ്ദിച്ചിരിക്കുന്നത്.
ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മർദ്ദനമാണ് ഏറ്റത് എന്നുള്ള വിവരമാണ് പറയുന്നത്. കാര്യം അതിൻ്റെ ഭാഗമായി തന്നെ പിന്നീട് അതിനുശേഷം ആ മർദ്ദനമേറ്റതിന് ശേഷം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. കിടപ്പിൽ തന്നെയായിരുന്നു പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിച്ചു കൊണ്ടിരുന്നത്. അത്രത്തോളം ഗുരുതരമായി പരിക്കേറ്റു. ഒരു സൈനികനെ പിടിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ റെജിമെന്റിൽ അറിയിക്കണമെന്നുണ്ട്. പക്ഷേ അവിടെ അറിയിച്ചിട്ടില്ല. തുടർന്ന് അമ്മയാണ് അതിനുശേഷം അക്കാര്യം ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലേറ്റ മർദ്ദനമാണ് മകന്റെ മരണത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല ജയിലിൽ ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടുണ്ടെന്നുള്ള ഒരു പരാതിയാണ് അമ്മയായിട്ടുള്ള ഡെയ്സി ഉന്നയിക്കുന്നത്. അജിംസ്.